മോള് ചോദിക്കും, ഉമ്മച്ചിയെ നമ്മൾ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയാൽ ആരാ എൻ്റെ കൂടെ ഉണ്ടാവുക? കേൾക്കാത്തൊരു കാര്യമായിരുന്നു. പകുതി ഗർഭപാത്രം. മാഡം പറഞ്ഞത് 50-50 ചാൻസ് ആണ്. എൻ്റെ പേര് സാദിയ, കോട്ടക്കിലാണ് വീട്. 5 വർഷം പ്രഗ്നന്റ് ആവാത്തതുകൊണ്ടാണ് മാഡത്തിനെ വന്ന് കാണുന്നത്. മാഡത്തിനെ വന്ന് കണ്ട് മാഡം കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും പറഞ്ഞ് അതിലാണ് അറിഞ്ഞത്, ട്യൂബ് ടെസ്റ്റിലാണ് അറിഞ്ഞത് യൂണിക്കറിന് ട്യൂട്രസ് ആണെന്ന് അറിഞ്ഞത്. അന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു. പകുതി ഗർഭപാത്രം. കേൾക്കാത്തൊരു കാര്യമായിരുന്നു. മാഡം പറഞ്ഞത് 50-50 ചാൻസ് ആണ്. ഉണ്ടാവാനും ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഉണ്ടായാൽ ഫുള്ളി ബെഡ് റെസ്റ്റും നല്ല കെയർ വേണമെന്ന് പറഞ്ഞു. അപ്പം അത്രയും ടെൻഷൻ ആയപ്പോഴും മാഡം എന്നോട് പറഞ്ഞത്, സാദിയ എന്തിനാ ടെൻഷൻ ആവുന്നത്? സാദിയ ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആവുന്നതിന് മുന്നേ അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പം ബേബിനെ നല്ലോണം ക്യാരി ചെയ്യാലോ എന്നാ പറഞ്ഞു. പോസിറ്റീവായിട്ട് എനിക്ക് മാഡം തന്നൊരു എന്താ പറയുക, പ്രഗ്നന്റ് ആവാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. 2 മാസം കൊണ്ട് പ്രഗ്നന്റ് ആയി. പിന്നെ ഫുള്ളി ബെഡ് റെസ്റ്റ്, മാഡത്തിന്റെ കെയറിങ്, എപ്പോൾ വിളിച്ചാലും മാഡത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് റെസ്പോൺസ് അതായിരുന്നു. 32 വീക്കായപ്പോൾ മൂത്ത ആളുണ്ടായി. പിന്നെ ഒരു 1.5 വർഷമായപ്പോൾ സൗദി അറേബ്യ പോയപ്പോൾ വീണ്ടും പ്രഗ്നന്റ് ആയി. പിന്നെ മാഡത്തിന് തന്നെ വന്ന് കാണിക്കണം എന്ന് തന്നെ തോന്നിയത്. രണ്ടാമത്തെ ആളും അവനും 34 വീക്കിൽ അതേപോലെ സെയിം പ്രൊസീജിയറിൽ തന്നെ പോയി ഡെലിവറി ചെയ്തു. മാഡത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എന്താ പറയുക, വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റിൽ ഞാൻ 3 വർഷം മുന്നേ വർക്ക് ചെയ്ത സ്റ്റാഫാളായാലും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാളായാലും അത്രയും നല്ല നമുക്ക് തരുന്ന റെസ്പോൺസ് പറഞ്ഞാൽ അത്രയും വലുതാണ്. ആസ്റ്റർ മിംസിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ എനിക്ക് വേറെ ഒന്നും കെയറിങ് കിട്ടില്ല. എന്ത് വന്നാലും ആസ്റ്റർ മിംസിക്കാണ് വരാറ്. എൻ്റെ മക്കളെ എന്ത് ട്രീറ്റ്മെൻറ്റും കാണിക്കൽ ഞാൻ ആസ്റ്റർ മിംസിലാണ്. എൻ്റെ പേര് മാഹിറ. ഞാൻ സാദിയാൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ വൈഫാണ്. സാദിയ വഴിയാണ് ഞാൻ അശ്വതി മാഡത്തിൻ്റെ അടുത്ത് എത്തുന്നത്. മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ഫസ്റ്റ് മോളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു 5 വർഷം വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. പിന്നെ നോക്കിയിട്ട് എത്രയായിട്ടും നമുക്കൊരു കുട്ടി എന്നുള്ളൊരു സ്വപ്നം അല്ലാതെ അത് സാക്ഷാത്കരിക്കാൻ കഴിയണില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ മൂത്താളും ഇവളും തമ്മിലിപ്പോൾ 12 വയസ്സത്തെ ഡിഫറൻസ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് നടത്തി മാഡത്തിനെ കണ്ട സമയത്ത് മാഡം ആദ്യം ട്യൂബ് ടെസ്റ്റ് ചെയ്തു. പിന്നെ അതിനുശേഷം മാഡം IUI ആണ് നമുക്ക് റെഫർ ചെയ്തത്. റബ്ബിൻ്റെ ഇതുകൊണ്ടായിരിക്കാം 1 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. ആ സമയത്തൊക്കെ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മോള് ചോദിക്കും, ഉമ്മച്ചിയെ നമ്മൾ ഒറ്റയ്ക്ക് താമസം തുടങ്ങിയാൽ ആരാ എൻ്റെ കൂടെ ഉണ്ടാവുക? ഞാൻ ഒറ്റയ്ക്കാവൂലെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് ചോദിക്കുമ്പോൾ കുട്ടികളൊന്നും ആയിട്ടില്ലേ ചോദിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനുള്ളൊരു സംഭവം തന്നെയാണ്. എന്തായാലും ആ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഒരു മോളായി, ഇപ്പോൾ 2 പെൺകുട്ടികളായിട്ട് സന്തോഷമായിട്ട് പോകുന്നു.